2021 സെപ്റ്റംബർ മാസം 30 ഒക്ടോബർ മാസം 30 ആണ്. ഒക്ടോബർ മാസം 30-ാം തീയതിയാണ് ഈ 64,006 കുടുംബങ്ങളുടെ പട്ടിക സർക്കാർ പുറത്തിറക്കുന്നത്. നിങ്ങൾ ചോദിച്ചോ ഇത്രയും പേരേ ഉള്ളൂന്ന്? മുഴുവൻ ചോദിക്കട്ടെ. അപ്പോൾ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട സ്വീകരിച്ച നടപടികളിലോ മാനദണ്ഡങ്ങളിലോ കണക്കുകളിലോ രീതികളിലോ എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്നോ അത് പോരെന്നോ ഇങ്ങനെ ചെയ്യണമെന്നോ എന്തെങ്കിലും തരത്തിലുള്ള ഒളിച്ചു വെച്ചപ്പെട്ട രേഖയല്ല എന്ന് സർക്കാർ തന്നെ പറയുന്നു. ഒന്നും ചോദിക്കാതെ പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ? അല്ല, ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഈ നിയമസഭാ ചോദ്യങ്ങളൊക്കെ UDFന്റെ MLA മാർ തന്നെ ചോദിച്ചതാണ്. എപ്പോഴാണ് അതിദാരിദ്ര്യർക്ക് കൊടുക്കുന്ന AAY പദ്ധതി, ഇപ്പോൾ AAY പദ്ധതി ഉള്ള മഞ്ഞക്കാടുള്ള എത്ര ആളുകളുണ്ട്, ബെനിഫിഷ്യറീസ് ഉണ്ട് എന്ന് ചോദിക്കുന്നത് UDFന്റെ MLA തന്നെയാണ്. ലൈഫ് മിഷനിൽ എത്ര വീടുകൾ കൊടുത്തു എന്ന്, ഇനി എത്ര പേർക്ക് കൊടുക്കാനുണ്ട് എന്ന് ചോദിക്കുന്നതും UDFന്റെ MLA മാർ തന്നെയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ അതിദാരിദ്ര്യർ ഇല്ലാത്ത അല്ലെങ്കിൽ അതിദാരിദ്ര്യർ എന്ന ഗണത്തിൽപ്പെടുത്തുന്നത് ഇവർ പറയുന്ന SOP പ്രകാരം തന്നെ ഏത് മാനദണ്ഡ പ്രകാരമാണ്? ഒന്ന് ഹൗസിംഗ് സ്കീമുകളാണ്. നിങ്ങൾ പറയുന്നു ഇപ്പം മമ്മിക്കുട്ടി ആ ചോദ്യം ചോദിച്ചു, അതിന് ഉത്തരം കിട്ടി. അതായത് അതിദാരിദ്ര്യർക്ക് വേണ്ടിയുള്ള റേഷൻ കാർഡ് ഉടമകൾ എത്ര പേരാണ് എന്ന ചോദ്യമാണ് ചോദിച്ചത്. സർക്കാർ 2021 ഒക്ടോബർ മാസത്തിൽ പുറത്തുവിട്ട അതിദരിദ്രരുടെ കണക്കിൽ 60,000 പേരേ ഉള്ളൂ, അത്ര പേരല്ലല്ലോ എന്ന് നിങ്ങൾ ചോദിച്ചിട്ടില്ല. ഈ നിയമസഭാ രേഖ നിങ്ങളുടെ കൈവശം കിട്ടുമ്പോൾ പോലും നിങ്ങൾ ഇങ്ങനെ ഒരു പദ്ധതി സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്, അതിൽ ഇത്ര പേരല്ലേ ഉള്ളൂ, എന്തുകൊണ്ട് മറ്റുള്ളവരെ ഒഴിവാക്കി എന്ന് ചോദിച്ചിട്ടില്ല. ഒന്ന് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം, സർക്കാർ ഈ അതിദാരിദ്ര്യരില്ലാത്ത കേരളം എന്ന് പറയുന്ന പദ്ധതി തട്ടിപ്പാണ് എന്ന് ആദ്യമായിട്ടല്ല പ്രതിപക്ഷ നേതാവ് പറയുന്നത്. സഭയിൽ ഇതിനു മുമ്പ് ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്, ഇതിനു മുമ്പും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് ഈ കണക്കുകൾ തട്ടിപ്പാണ് എന്നും ഇതിനകത്തായിട്ട് പോകുന്ന രീതികൾ ശരിയല്ല എന്നും പ്രതിപക്ഷ നേതാവ് ഇതിനു മുമ്പും സഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്താണ്? ഇതിൻ്റെ പ്രശ്നം നവംബർ 1-ാം തീയതി പ്രഖ്യാപിക്കുന്നു. ഈ പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ മാധു, ഇതിനകത്ത് ഞങ്ങൾക്ക് 64,000 കുടുംബങ്ങൾ ദരിദ്രരുടെ പട്ടികയിൽ നിന്ന് മാറി വരുന്നതോ അതിദാരിദ്ര്യരില്ലാത്ത കേരളമായി മാറുന്ന ആ സുന്ദരമായ കേരളം കാണാൻ പറ്റാത്തതുകൊണ്ടോ അല്ല. നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നമ്മുടെ നാട്ടിലെ ആളുകൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് എന്ന വസ്തുത ഇവർ മറച്ചു വയ്ക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. പിന്നെ അങ്ങനെയല്ല. അതായത് ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് ഈ പദ്ധതി ഇപ്പൊ 4 വർഷമായി തദ്ദേശ സ്ഥാപനങ്ങളുടെ അടക്കം ഉത്തരവാദിത്വത്തിൽ ഈ പരിപാടി ഇവിടെ നടക്കുകയാണ്. കില ഏതാണ്ട് 4 ലക്ഷം പേരെ ട്രെയിൻ ചെയ്തു ഇതിനു വേണ്ടി. അതായത് 64,000 പേരെ കണ്ടെത്താൻ 4 ലക്ഷം പേർ അഹോരാത്രം പണിയെടുത്തു കേരളത്തിൽ. ഈ പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ നാണക്കേടാണ്. സ്വാഭാവികമായും ഈ 64,006 പേരല്ല കേരളത്തിൽ അതിദരിദ്രർ എന്ന് നിങ്ങൾ ഇനിയിപ്പോ പ്രതിപക്ഷ നേതാവ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഞാൻ കണ്ടിട്ടില്ല, ലോകത്തുള്ള എല്ലാം എന്റെ തലയിൽ കൂടെ കയറി ഇറങ്ങി പോകണം ബുദ്ധിയൊന്നും എനിക്കില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു വാർത്തയുടെ ഒരു മാധു ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് എപ്പോഴാണ് അതിദരിദ്രരില്ലാത്ത കേരളം എന്നത് ഏതിന്റെ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒന്ന് ഞാൻ പറയട്ടെ, ഒന്ന് താങ്കളുടെ ചോദ്യം എനിക്ക് മനസ്സിലായി, ഞാൻ ഉത്തരം പറയട്ടെ. ഒന്ന് 64,000 എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിദരിദ്രരില്ലാത്ത കേരളത്തിന്റെ ഇവരുടെ പ്രവർത്തന രീതി വ്യാജമാണെന്നും തട്ടിപ്പാണ് എന്നതും പ്രതിപക്ഷ നേതാവ് ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം. ഇനി 2, അതിന്റെ മാനദണ്ഡം എന്താണ്? ആ മാനദണ്ഡമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. 1 ആരോഗ്യ സംരക്ഷണമാണ്, 2 ഹൗസിംഗ് ആണ്, 3 ഫുഡാണ്, 4 സോഷ്യൽ സെക്യൂരിറ്റി ആണ്, 5 ഇൻകമാണ്, 6 കൗൺസിലിംഗ് ആണ്. ഇതാണ് SOP പ്രകാരമുള്ള മാനദണ്ഡം. ഈ മാനദണ്ഡത്തിൽ ഇവർ കൊടുക്കുന്ന സപ്പോർട്ടിംഗ് സ്കീമുകളാണുള്ളത്. ഇപ്പം എങ്ങനെയാണ് അതിദരിദ്ര, ഇപ്പോൾ ഇവരുടെ പദ്ധതി പ്രകാരം എങ്ങനെയാണ് അതിദരിദ്രരില്ലാത്ത കേരളം ഉണ്ടാക്കുന്നത്? അതാണല്ലോ. ഇപ്പം ഹൗസിംഗിൽ ലൈഫ് പദ്ധതി വഴി വീടുകൾ വെച്ചു കൊടുക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. ലൈഫ് പദ്ധതി വഴി 1.5 ലക്ഷം വീടുകൾ ഇനിയും വെച്ചു കൊടുക്കാനുണ്ട് എന്ന് ഈ കഴിഞ്ഞ ഞാൻ പൂർത്തീകരിക്കട്ടെ. അതായത് സെപ്റ്റംബർ മാസത്തിൽ തന്നെ സർക്കാർ UDF MLA ചോദ്യത്തിന് മറുപടി പറയുകയാണ്, ലൈഫ് പദ്ധതി വഴി ഇനിയും 1.5 ലക്ഷം ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞത് ശരിയാവുകയാണ്. എന്താണ്? ഈ പദ്ധതി തട്ടിപ്പാണ്, ഇങ്ങനെയുള്ള സ്കീം ഇപ്പോൾ ഇവർ പോകുന്ന രീതി തട്ടിപ്പാണെന്നുള്ളത് മനസ്സിലാക്കിയാണ്. ഞങ്ങളുടെ തന്നെ MLA ചോദിക്കുകയാണ്, AAY സ്കീമുകൾ പ്രകാരം എത്ര പേർക്ക് മഞ്ഞക്കാടുണ്ട്? 5,98,000 പേർക്ക് മഞ്ഞക്കാടുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിദരിദ്രരില്ലാത്ത കേരളം 5,98,000 നിന്ന് ഒറ്റയടിക്ക് ഇത്രയും മാറുകയില്ലല്ലോ. അതിന് ആനുപാതികമായ മാറ്റം ഉണ്ടാവും. ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചത് ഇത് അതിദരിദ്രരില്ലാത്ത കേരളമാണ് ഇനിമേൽ എന്ന്.
അങ്ങനെയുള്ള ഇന്ന് പ്രഖ്യാപിച്ച പദ്ധതി തട്ടിപ്പാണ് എന്ന്, അതായത് പ്രഖ്യാപനത്തിന് കുറെ നാളുകൾക്ക് മുമ്പ് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു എന്നാണ് അബിൻ പറയുന്നത്. ഞാൻ അതെങ്ങനെയാണ് ഇന്ന് പ്രഖ്യാപിച്ച പദ്ധതി കഴിഞ്ഞ വർഷം തട്ടിപ്പാണ് എന്ന്? ഇത് നവംബർ 1-ാം തീയതി ഇവർ അതിദരിദ്രരില്ലാത്ത കേരളമാക്കി പ്രഖ്യാപിക്കുമെന്ന് മുന്നേ പ്രഖ്യാപിച്ചാണ്, ഇന്നല്ല പ്രഖ്യാപിക്കുന്നത്. അതാണ് കഴിഞ്ഞ 4 വർഷം. ഞാനും പറഞ്ഞത് കഴിഞ്ഞ 4 വർഷമായി തട്ടിപ്പാണെന്ന് ഞങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. തട്ടിപ്പാണെന്ന് പറയുമ്പോൾ ഈ 64,000 പേരല്ല ഈ പദ്ധതിയുടെ കീഴിൽ വരേണ്ടത് എന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോ? മാധു, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ലൈഫ് മിഷന്റെ കണക്ക് ചോദിച്ചു എന്തിനു വേണ്ടിയിട്ടാണ്? അത് തന്നെയല്ലേ പറയുന്നത്. കണക്ക് കിട്ടിയപ്പോ നിങ്ങൾ പറയണായിരുന്നു. അതെ, ലൈഫ് മിഷന്റെ കണക്ക് കിട്ടി, അതാ 2 AAYയുടെ കണക്ക് കിട്ടി, 3 ഇവരുടെ തന്നെ കണക്ക് കിട്ടി. എപ്പോഴാണ് ഞങ്ങൾ അതന്നെ നിയമസഭയിൽ ഈ വിഷയം വന്നപ്പോഴൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു നിയമസഭാ രേഖയുണ്ടെങ്കിൽ 2-3 ദിവസമായി ഇത്രയും ചൂട് പിടിച്ച ഞാൻ പറഞ്ഞത് ഈ വിഷയം അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് പറയുന്ന പദ്ധതി നവംബർ 1-ന് ഇത് പ്രഖ്യാപിക്കാൻ സാധിക്കില്ല എന്നും അതിന്റെ കണക്ക് രീതികളിൽ പ്രശ്നമുണ്ട് എന്ന് ഞങ്ങൾ മുന്നേ പറഞ്ഞതാണ്. അതിനകത്തൊരു സംശയം വേണ്ട. അത് മുന്നേ ഞാൻ പറഞ്ഞല്ലോ, അത് മുന്നേ അത് പരിശോധിച്ചിട്ട് പറയാം. അത് മുന്നേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ്. ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത് ശരിയായ രീതിയിലല്ല എന്ന് ഞങ്ങൾ പറയും. പിന്നെ ഞങ്ങൾ ചുമ്മാ ഒരു കാര്യം ശരിയായ രീതിയിലല്ല, തട്ടിപ്പാണെന്ന് പറയാം, വെട്ടിപ്പാണെന്ന് പറയാം. ഇതിനൊക്കെ ആധികാരികമായ രേഖയുണ്ടോന്നാണ് ഒരു കാര്യം ഞാൻ ചോദിച്ചോളൂ. ഈ ലൈഫ് പദ്ധതിയിൽ 1,50,000 വീടുകൾ ലഭിക്കാനുണ്ട് എന്ന് മാധുവിന് ഉറപ്പാണോ? പറഞ്ഞാല് 2 AAY സ്കീം പ്രകാരം 5,90,000. 2021-ലെ ഇവരുടെ പ്രകടന പത്രികയിൽ 4,50,000. ഞാൻ പൂർത്തീകരിക്കട്ടെ. ഉണ്ടല്ലോ ഇത്രയും കാര്യങ്ങളുണ്ടല്ലോ. ഇത് വെച്ചുകൊണ്ട് കേരളത്തെ അതിദരിദ്രമില്ലാത്ത കേരളമാക്കി പ്രഖ്യാപിക്കാൻ പറ്റുമോ? അത് നിങ്ങൾ പറഞ്ഞു. പറ്റുമോ? അല്ല, ആ ചോദ്യം നിങ്ങൾ ചോദിച്ചത് ഞാൻ കേട്ടോണ്ടല്ലേ ഇത്രയും കേട്ടാൽ പറ്റുമോ ഇല്ലയോ? അതിന്റെ ആ ചോദ്യം കേൾക്കുകയും അല്ല, ഒരു നിമിഷം ആ ചോദ്യം ഞാൻ ജയിക്കിന് കൊടുക്കുകയും ചെയ്യും. ഇത് ഒരു മിനിറ്റ് താങ്കൾ എന്നോട് ചോദിച്ചത് കൊണ്ട് താങ്കളുടെ യുക്തി വെച്ച് താങ്കൾ പറഞ്ഞാൽ മതി. ഈ ഇത്രയും കണക്ക് നമ്മുടെ എന്റെയും മാധുവിന്റെയും കേരളത്തിന്റെ മുന്നിലുള്ളപ്പോ അതല്ലേ SOP പ്രകാരം നമ്മൾ കണ്ടല്ലോ. ഇത്രയും ആളുകളുള്ളപ്പോ കേരളത്തെ അതിദരിദ്രമില്ലാത്ത കേരളം വ്യക്തമാക്കാൻ പറ്റുമോ, പ്രഖ്യാപിക്കാൻ പറ്റുമോ? ഈ കണക്ക് നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ ചോദിച്ചോ എന്ന് ഞാൻ ചോദിച്ചുള്ളൂ. പറ്റില്ല എന്നുള്ളത് താങ്കൾക്ക് വരെ എനിക്ക് പിന്നെ നമ്മളതിനകത്ത് തർക്കിച്ചത് കാര്യമില്ല. അന്ന യോജന പ്രകാരം സർക്കാർ കൊടുക്കുന്ന അരി വാങ്ങി ജീവിക്കുന്ന മനുഷ്യരുള്ളപ്പോൾ അവർക്ക് ആ സൗജന്യ അരി കിട്ടുന്നുണ്ട്. ഭക്ഷണം കഴിക്കാനുള്ള സാധ്യത അവർക്ക് മുന്നിൽ ഉണ്ട്, അല്ലെ? ആണല്ലോ. അപ്പോ അവർക്ക് ആ ഭക്ഷണം എന്നത് സോൾവ് ചെയ്യപ്പെടുന്നുണ്ട്, പരിഹരിക്കപ്പെടുന്നുണ്ട്. കിട്ടാത്ത ആളുകളാണ് ദരിദ്രർ. 2 ദിവസം 2 നേരം ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത, സാധ്യതകളില്ലാത്ത മനുഷ്യരാണ് അതിദരിദ്രർ. അന്ത്യോദയ അന്ന യോജന പ്രകാരം ഭക്ഷണം കിട്ടുന്ന മനുഷ്യർ എങ്ങനെ അതിദരിദ്രരാവുന്നത്? ക്വസ്റ്റ്യൻ തന്നെ അവിടെ ഇല്ലാണ്ടായി പോവാണ്. അങ്ങനെയല്ല നിങ്ങൾ പറഞ്ഞത്. ഈ സ്കീം വഴി എങ്ങനെയാണ് ഈ AAY സ്കീം ഇത് ലിങ്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് ഈ പറയുന്ന ആളുകൾക്ക് സപ്പോർട്ടിംഗ് സ്കീമായി AAY പദ്ധതിയിൽ പെടുത്തുകയാണ്. 2 ലൈഫ് മിഷനിൽ 1.5 ലക്ഷം ആളുകൾക്ക് പറയട്ടെ, 1.5 ലക്ഷം ആളുകൾക്ക് ബെനിഫിറ്റ് കൊടുക്കുകയാണ് സർക്കാർ പറയുകയാണ്. അതായത് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീടില്ലാത്ത മനുഷ്യർ എങ്ങനെ അതിദരിദ്രരുടെ സർക്കാർ ഒരു കാര്യം പറയാം. ഞാൻ താങ്കളോട് മറ്റൊരു ചോദ്യം 5,90,000 പെട്ടതാണോ 64,000 പെടാത്തതാണോ? സർക്കാരിനോട് ചോദിക്കണ്ട. മാധു, ഇത് മുഴുവൻ തട്ടിപ്പാണ്. ഈ കണക്ക് മുഴുവൻ തട്ടിപ്പാണ്. ഇത് കേരളത്തിന് മുഴുവൻ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് ഇവിടെ ഈ സർക്കാർ ഈ പറയുന്ന മാതൃഭൂമി പത്രത്തിലും മനോരമ പത്രത്തിലും ഒക്കെ ആദ്യം കൊടുത്ത ആ പരസ്യം വായിച്ചിരുന്നാൽ മതി. വ്യത്യസ്ത അഭിപ്രായങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ അഡ്വക്കേറ്റ് അബിൻ ചർച്ചയ്ക്ക് വിളിക്കുന്നത്. അതിലൊരു പ്രശ്നമുണ്ട്. ഇതൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അല്ല, അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ പറയാനാണെങ്കിൽ പരസ്യം വായിച്ചാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. വാർത്ത വായിക്കേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ ഒരു കാര്യം പറയുമ്പോൾ ആദ്യത്തെ വാക്ക് കേട്ടിട്ട് കൗണ്ടർ അടിക്കാൻ നിൽക്കരുത്. അപ്പോ ആ വാർത്ത മാത്രമേ ഞാൻ പറഞ്ഞത്. അന്നയോജന പദ്ധതി പ്രകാരം ആളുകൾക്ക് അരി കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു സ്കീമിലും അതിദരിദ്രരുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കണം, സർക്കാരിന് കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ ആ കൊടുക്കുന്ന അരി കിട്ടുന്ന മനുഷ്യർ പിന്നീട് അതിദരിദ്രരുടെ ഭക്ഷണമില്ലാത്തവരുടെ പട്ടികയിൽ വരില്ല, കാരണം അവർക്ക് അരി കൊടുക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു. 5,90,000 എന്ന് പറയുന്ന സർക്കാർ ആ മാനദണ്ഡം നമ്മുടെ അത് ചോദിക്കാം. അല്ല, ഈ ലൈഫ് മിഷനിൽ ഈ 1.5 ലക്ഷം ഉള്ളിലുള്ളവരാണോ പുറത്തുള്ളവരാണോ? കൃത്യമായ വിവരങ്ങൾ അടങ്ങിയ ചോദ്യം ചോദിക്കുമ്പോൾ അത് ചോദിക്കാം. പക്ഷെ അതിന് അല്ലാത്ത ചോദ്യം ചോദിക്കുമ്പോൾ AAY പദ്ധതി പ്രകാരം അരി കിട്ടുന്നവരെ അതിദരിദ്രരാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള കിട്ടുന്നുണ്ട്. ശരി.